സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ തടയാൻ ഹൈപ്പവർ കമ്മിറ്റിയുമായി സംസ്ഥാന സർക്കാർ. ജില്ലാ തലങ്ങളിലും ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അതേസമയം കോഴിക്കോടും കൊല്ലത്തും വയനാട്ടിലും ഇന്നും ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ വൈറസിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാൻ കാരണമായെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ജാഗ്രതാ സംവിധാനം ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. പകർച്ചവ്യാധികൾ മുൻകൂട്ടി കണ്ട് നിയന്ത്രിക്കാനുള്ള നടപടികൾക്ക് രൂപം നൽകും. ഇതിനായി ഡോക്ടർ SS ലാൽ അധ്യക്ഷനായ സംസ്ഥാനതല ആക്ഷൻ കമ്മിറ്റിയെ നിയോഗിച്ചു. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ഒരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇതിനുവേണ്ടി ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു കലണ്ടർ തയ്യാറാക്കുക, ഈ പകർച്ചപ്പനികൾ നിയന്ത്രിക്കാനുള്ള. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നയാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഉറവിടം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ലെന്ന് കോഴിക്കോട് കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. കൃത്യമായിട്ട് ഹോസ്റ്റ് ചെയ്താണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഗോഡൌണിൽ ആവാം എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ഗോഡൌണിൽ പരിശോധിച്ചിരുന്നു. ഗോഡൌണിൽ പക്ഷേ ബാഡ് ഡ്രോപ്പിംഗ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതേസമയം കോഴിക്കോട്, വയനാട്, കൊല്ലം ജില്ലകളിൽ ഇന്ന് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. വയനാട് കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് രോഗം. ഇതോടെ വയനാട്ടിൽ രോഗം ബാധിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 17ആയി. കൊല്ലത്ത് പോരുവഴി സ്വദേശിയായ 2ാം ക്ലാസ്സുകാരനാണ് ഷിഗല്ല ബാധ. കോഴിക്കോട് തൂണേരിയിൽ 9 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനിടെ ഇന്നലെ തൃശൂരിൽ ഷിഗല്ല ബാധിച്ചു മരിച്ച 43കാരന്റെ മരണത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ കുടുംബം രംഗത്തുവന്നു. ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും ബന്ധുക്കളെ വിവരമറിയിക്കാൻ വൈകിയെന്നാണ് പരാതി. ഞങ്ങളെ ആരും അറിയിച്ചിട്ടില്ല. ഇപ്പൊ അനിയനായാലും ഞങ്ങളായാലും ആരും വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ന്യൂസ് കേട്ടപ്പോ രാത്രിയിലാണ് ഞങ്ങൾ ഈ സംഭവം അറിയുന്നത്. ഇവിടെ മാപ്രാണത്തുള്ളവർ അറിയുന്നത്. കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 63കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.